കേരളത്തിലെ BSc നഴ്സിംഗിന്റെയും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുകൂടാതെ പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾ കുറേയൊക്കെ ഞാൻ യൂട്യൂബിലും അല്ലെങ്കിൽ വാട്സപ്പിലുമായിട്ട് ഞാൻ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഡോക്യുമെന്റ്സ് റിക്വയർഡ്, ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് റിക്വയർഡ് എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഞാനത് കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ സൈസ് ഞാൻ മെൻഷൻ ചെയ്തിരുന്നില്ല, അതുകൂടി ഞാൻ ഇതിൽ പറയുന്നു. അതിൽ ഒന്നാമത്തേതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതെങ്ങനെയായിരിക്കണം? കളർ ഫോട്ടോ ആയിരിക്കണം വിത്ത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റോ അല്ലെങ്കിൽ പെയിൽ കളർ, വളരെ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അതിൽ പേരോ ഡേറ്റോ വേണമെന്ന് നിർബന്ധമില്ല. വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിന്റെ സൈസ് 15 to 30 KB സൈസ് ആയിരിക്കണം. JPG ഫോർമാറ്റ് അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്തവരായതുകൊണ്ടും കീമിന് അപ്ലൈ ചെയ്തവരായതുകൊണ്ടും നിങ്ങൾക്ക് അതേ ഫോട്ടോ ഉപയോഗിക്കാം. രണ്ടാമത്തേതാണ് നിങ്ങളുടെ സിഗ്നേച്ചർ. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ എടുത്തതായിരിക്കണം. 10 to 30 KB സൈസ് ഉണ്ടാവണം. JPEG ഫോർമാറ്റിൽ അല്ലെങ്കിൽ JPG-യിലായിരിക്കണം. ഇതും നിങ്ങൾ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ചതായതുകൊണ്ട് ഇതിൽ രണ്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളതാണ് ബാക്കിയുള്ള ഡോക്യുമെന്റുകൾ, അതായത് നേറ്റിവിറ്റി, SSLC പോലുള്ള സാധനങ്ങൾ. അതെല്ലാം തന്നെ PDF-ലായിരിക്കണം. 30 to 100 KB സൈസ് ആയിരിക്കണം. ഇപ്പൊ ചില കേസിൽ നമുക്കൊരു റിസർവേഷൻ അല്ലെങ്കിൽ ഒരു സാധനം ക്ലെയിം ചെയ്യാൻ ഒന്നിലധികം ഡോക്യുമെന്റ് വേണമെങ്കിൽ, അങ്ങനെ ഒന്നിലധികം ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഫയലായിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. ഇനി ചില കേസിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു റിസർവേഷൻ ഉണ്ട്, ആ റിസർവേഷനിൽ നിങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ള റെയർ കേസസ് ഉണ്ട്, അതിൽ മാത്രം നിങ്ങൾ അതൊരു ഒറ്റ ഫയലാക്കി അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി PDF ആയിട്ട് ഈ സൈസിലായിരിക്കണം. അപ്പൊ ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞിരുന്നു, SLC ബുക്ക്, അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അത് വേണമെങ്കിൽ ചിലർക്ക് SLC തന്നെ മതിയാവും, നേറ്റിവിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല. +2 മാർക്ക് ഷീറ്റ്, അതുപോലെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. ആ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാ? OBC കാൻഡിഡേറ്റുകൾ, അത് മുസ്ലിം OBC ആണെങ്കിലും ഹിന്ദു OBC ആണെങ്കിലും ഒക്കെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അഥവാ NCL ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ NCL എവിടെ നിന്നുള്ളതായിരിക്കണം? വില്ലേജിൽ നിന്നുള്ളതായിരിക്കണം. അപ്പൊ കീമിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തവരുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യാം. അതേപോലെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട EWS റിസർവേഷൻ ഉള്ളവര് EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, അതും വില്ലേജിലേതായിരിക്കണം. എന്നാൽ SC ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്? താലൂക്കിൽ നിന്നാണ് വേണ്ടത്. അതും നിങ്ങളുടെ കയ്യിൽ മുമ്പ് എടുത്തിട്ടുണ്ടാവാം, അതും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞു. ഇനിയുള്ളത് ഈ സർവീസ് ഡിഫൻസ്, എക്സ് സർവീസ്, ഡിഫൻസ് സ്കിൽഡ്, അതേപോലെ IAF കോട്ട, ഇങ്ങനെ കുറെ കോട്ട വരുന്നുണ്ട്, എറ്റ്സെട്ര. ഇങ്ങനെയുള്ള എല്ലാ റിസർവേഷൻകാരും അവരുടെ ഡോക്യുമെന്റ്, അത് ഇപ്പൊ ഈ ഡോക്യുമെന്റുകളിലെല്ലാം ഒരു ഫോർമാറ്റ് നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ എൻഡിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അത് പോയി ഫിൽ ചെയ്തെടുത്താലും മതി. ഓക്കെ, പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് ഓരോരുത്തരും, അല്ലെങ്കിൽ ഇതിലൊക്കെ നിങ്ങളുടെ സൈനിക ഓഫീസിൽ നിന്നാണ് വേണ്ടത്. ഇനി അതേപോലെ സ്പെഷ്യൽ റിസർവേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലർക്ക് അത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും. അപ്പൊ അത് ഡിപ്പെൻഡ് ആണ്. അപ്പൊ അതിൽ ഓരോരുത്തരുടെയും ആ പ്രോസ്പെക്ടസിൽ അവരുടെ റിസർവേഷന് നേരെ അത് എവിടുന്നാണ് അത് ക്ലെയിം അല്ലെങ്കിൽ വാങ്ങേണ്ടത് എന്നുണ്ടാവും. ഫോർമാറ്റ് പ്രോസ്പെക്ടസിലുണ്ട്, അത് ഫിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇനി സ്പോർട്സ് കോട്ടയും NCCയും ശ്രദ്ധിക്കുക. ഇവർ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിനും ഒപ്പം നിങ്ങൾ മറ്റൊന്നും കൂടി ചെയ്യണം. നിങ്ങളുടെ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് അതത് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ ഈ അയച്ചു കൊടുക്കുന്നതും ഉടനെ തന്നെ ചെയ്യുകയും വേണം. ഇപ്പൊ സ്പോർട്സ് കോട്ടയാണെങ്കിൽ നിങ്ങൾ സ്പോർട്സ് കോട്ട അവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കണം. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ ഒരു കോപ്പി സെക്രട്ടറി സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കണം. അഡ്രസ് പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ കമ്മ്യൂണിറ്റി ഇട്ട പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇല്ലെങ്കിൽ LBSന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് എടുക്കാം. ഓക്കെ, പിന്നെയുള്ളത് NCCയുടെ സർട്ടിഫിക്കറ്റ് ആണ്. NCCയുടെ കേസിലും ഈ റിസർവേഷൻ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യണം? അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC തിരുവനന്തപുരം എന്നുള്ള അഡ്രസ്സിന്റെ ഡീറ്റെയിൽ പ്രോസ്പെക്ടസിലുണ്ട്. അപ്പൊ ഇവര് ഈ രണ്ടു കൂട്ടരും അവരുടെ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് അയച്ചു കൊടുക്കുകയും വേണം. കൺസേൺഡ് അതോറിറ്റിക്ക് അയക്കണം. LBSനല്ല, കൺസേൺഡ് അതോറിറ്റിക്കാണ് അയക്കേണ്ടത്. അതോറിറ്റിയുടെ അഡ്രസ് പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡോക്യുമെന്റുകളുടെ കാര്യം. പിന്നെ ചോദിച്ച മറ്റ് സംശയങ്ങൾ, ഇപ്പോ ഈ ഫോം എവിടുന്ന് കിട്ടുമെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസിന്റെ എൻഡിൽ ഒരുപാട് അനക്സറുകളുണ്ട്. അതിലെല്ലാം തന്നെ ഓരോ കാറ്റഗറിക്കും അല്ലെങ്കിൽ ഓരോ റിസർവേഷനുമായിട്ടുള്ള എല്ലാ ഫോർമാറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി അതേപോലെ ഒരുപാട് കുട്ടികൾ അയച്ചൊരു മെസ്സേജ് ആണ്, എന്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ എന്റെ ഹയർ സെക്കൻഡറി പെർസെന്റേജ് എത്രയാണ്, എനിക്ക് ഇന്ന സീറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതാണ്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നു. അഡ്മിഷൻ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന്റെ ബേസിലല്ല.
ഇപ്പൊ നമുക്ക് നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെർസെന്റേജ് അറിയാം, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളവരുടെ ഇൻഡെക്സ് മാർക്കോ പെർസെന്റേജോ നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് ഈ അഡ്മിഷൻ എന്തിന്റെ ബേസിലാണ്? റാങ്കിന്റെ ബേസിൽ മാത്രമാണ്. അപ്പൊ റാങ്ക് വരുന്നത് വരെ നമുക്ക് പ്രത്യേകിച്ച് അതിൽ റോൾ ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അപ്ലൈ ചെയ്തിടുക. നിങ്ങൾക്ക് ആ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏക വഴി. റാങ്ക് വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ നമ്മുടെ റാങ്ക് അല്ലെ നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്നറിയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ റാങ്കിന്റെ ബേസിലാണെന്ന് ഓർക്കുക. നിങ്ങളുടെ മാർക്കിന്റെ അല്ലെങ്കിൽ മാർക്കാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് മാത്രം. അപ്പൊ ബാക്കിയുള്ളവരുടെ മാർക്ക് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി മറ്റൊരു ഡൗട്ട് ആയിരുന്നു ഈ ഓപ്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുക എന്ന്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഓപ്ഷൻസ് എപ്പോഴാണ് കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രമാണ്, കോഴ്സോ കോളേജോ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു സമയം തരും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ വീണ്ടും അതിന്റെ ഒരു അപ്ഡേറ്റ് ഗ്രൂപ്പിൽ തരാം. ആ സമയത്ത് മാത്രമാണ് ഓപ്ഷൻ കൊടുക്കേണ്ടി വരിക. അപ്പോ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ചോദിച്ച ഒരുപാട് സംശയങ്ങളെ ജനറലൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ, അതായത് ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ഇപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ റിപ്ലൈ അടുത്ത അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ ത്രൂ വാട്സപ്പ് തന്നെ റിപ്ലൈ തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.